നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ദാട്ടുവരിശയുടെ 5ാമത്തെ പാഠത്തിൻ്റെ 1ാമത്തെ കാലം നമുക്കിന്ന് നോക്കാം. ദാട്ടുവരിശയുടെ കഴിഞ്ഞ പാഠങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് സ്വരസ്ഥാനങ്ങൾ കുറയ്ക്കാനും ഹമ്മിങ്ങുകളും അകാര്യകാരങ്ങൾ വരാനും ഏറ്റവും സഹായമായ ഒരു പാഠഭാഗമാണ്. ഏത് ഭാഗവും അതിന് സഹായമാണ്. ഇത് മാത്രമല്ല, ഏത് പാഠഭാഗവും സഹായമാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഓരോ പാഠവും ഓരോന്നിനും മെച്ചമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങൾ നന്നായിട്ട് ഹമ്മിങ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികളും സംഗീതത്തിനോട് താല്പര്യമുള്ള ആൾക്കാരും ഇത് സാധനം ചെയ്യുകയാണെങ്കിൽ അവരവർക്ക് കഴിയാവുന്ന രീതിയിൽ പാടാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിന്ന് പാഠത്തിലേക്ക് പോകാം. മായാമാളവ ഗൗളരാത്രിയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചതുരശ്രാതി, ത്രിപുടതാളം അല്ലെങ്കിൽ ആദിതാളം. സരി ഗമ പധനി സനി ദപ മഗരി സ. മയമുള്ളതിൻ്റെ അരോണം. ഒന്നാം കാലത്തിൽ നമുക്കത് ഇന്ന് പാടി നോക്കാം. സ ഗ സ രേ ഗ രേ മ ഗ. ഒന്നാം കാലത്തിൽ സ ഗ സ രേ ഗ രേ മ ഗ സ മ രേ ഗ സ രേ ഗ മ. ഒന്ന് നോക്കാം. സ ഗ സ രേ ഗ രേ മ ഗ സ മ രേ ഗ സ രേ ഗ മ. അടുത്ത രണ്ടാമത്തെ രേ മ രേ ഗ മ ഗ പ മ രേ പ ഗ മ രേ ഗ മ പ. രേ മ രേ ഗ മ ഗ പ മ രേ പ ഗ മ രേ ഗ മ പ. ഒന്നൂടെ. രേ മ രേ ഗ മ ഗ പ മ രേ പ ഗ മ രേ ഗ മ പ. അടുത്തത് ഗ പ ഗ മ പ മ ധ പ. ഒന്നൂടെ പാടാം. ഗ പ ഗ മ പ മ ധ പ ഗ ധ മ പ ഗ മ പ ധ. മനസ്സിലായി? ഒന്നര പാടാം. ഗ പ ഗ മ പ മ ധ പ ഗ ധ മ പ ഗ മ പ ധ. അടുത്തത് മ ധ മ പ ധ പ നി ധ മ നി പ ധ മ പ ധ നി. ഒന്നൂടെ. മ ധ മ പ ധ പ നി ധ
മനി പദ പദ നീ. അടുത്തത് പനി പദ നീത സാനി. ഒന്നുകൂടാകാം. പനി പദ നീത സാനി പസദനി പദ നീസ. ഒന്നുകൂടാകാം. പനി പദ നീത സാനി പസദനി പദ നീസ. ഇതാണ് ഇതിൻ്റെ ആരോഹണം. ഇത്രയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അവരോഹണം നോക്കാം. സാദ സാനി ധനി പദ. സാദ സാനി ധനി പദ സ പ സ പ. കേട്ടോ? സ പ നി ധ സാ നി ധ പ. ഒന്നുകൂടാകാം. സാദ സാനി ധനി പദ സ പ നി ധ സാ നി ധ പ. ഒരടിക്ക് ഒരു ശ്രമിച്ച് നിങ്ങൾ എൻ്റെ കൂടെ പാടാം കേട്ടോ. നീ പ നീ ധ പദ മ പ നീ മ ദ പ നീ ദ പ മ. ഒന്നൂടാം. നീ പ നീ ധ പദ മ പ നീ മ ദ പ നീ ദ പ മ. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കിയോ. നീ പ നീ ധ പദ മ പ നീ മ നീ മ. നിഷാദത്തിൽ നിന്ന് നേരെ മധ്യമത്തിലേക്ക് വരിക. നീ മ ദ പ. അപ്പോൾ ഇതുപോലുള്ള ഈ സ്വരങ്ങൾ ഇതാണ് പറയുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് സ്വരസ്ഥാനം കിട്ടുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നീ മ ദ പ നീ ധ പ മ. അടുത്തത് ദ മ ദ പ മ പ ഗ മ. ഒന്നേ ദ മ ദ പ ദ മ ദ പ മ പ ഗ മ ദ ഗ പ മ ദ ഗ പ മ ദ പ മ ഗ. ഒന്ന് നോക്കാം. ദ മ ദ പ മ പ ഗ മ ദ ഗ പ മ ദ പ മ ഗ. അടുത്ത പറ്റും. പ ഗ പ മ ഗ മ രേ ഗ. ഒന്ന് നോക്കാം. പ ഗ പ മ ഗ മ രേ ഗ പ രേ മ ഗ പ മ ഗ രേ. ഒന്ന് നോക്കി. പ ഗ പ മ ഗ മ രേ ഗ പ രേ മ ഗ പ മ ഗ രേ. അടുത്തത് മ രേ മ ഗ രേ ഗ സ രേ. ഒന്ന് നോക്കാം. മ രേ മ ഗ രേ ഗ സ രേ മ സ ഗ രേ മ ഗ രേ സ. ഒന്ന് നോക്കാം. മ രേ മ ഗ രേ ഗ സ രേ മ സ ഗ രേ മ ഗ രേ സ. ഇത്രയേ ഉള്ളൂ.
അല്ലെങ്കിൽ ആരോഹണം. ഇത് നിങ്ങൾ ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും നല്ലവണ്ണം പാടാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാം കാലമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.